ജൂലിപ്പണിൻ്റെ കുറുമ്പ് കണ്ടോ? ഞാനിവിടെ അലക്കാനായിട്ട് വന്നതാട്ടോ പുറകിലേക്ക്. അപ്പോൾ ഒരു ശബ്ദം നോക്കിയപ്പോൾ ഈ കളഞ്ഞ ചവിട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കളഞ്ഞ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ഇത് പുഴയുടെ സൈഡാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതുവഴി അവൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ സൈഡിൽ കൂടെ കയറി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. കണ്ടോ? അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് മതിലിൻ്റെ അറ്റത്തായിട്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അറ്റം വരെ വേണമെങ്കിൽ പോയി റോഡിലേക്ക് പോകാനും പറ്റും കേട്ടോ. പള്ളിയുടെ ബാക്ക് വശത്ത് കൂടെ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അവൾക്ക് ഇവിടെ വന്ന് എപ്പോഴും കിടക്കാം. രാത്രിയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പുറകിലാണ് കിടക്കണം. ഇവിടെ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ. കുറച്ച് സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് കിടക്കും. എന്നിട്ട് അവിടെ വെച്ച പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ വെച്ചതെല്ലാം പെറുക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കളിക്കും. ഇതാണിപ്പോൾ അവളുടെ മെയിൻ പണി. ഇപ്പോൾ അവൾ ഈ ഭാഗത്ത് തന്നെ എപ്പോഴും കേട്ടോ. ഇവിടെ തന്നെയാണ് കിടക്കണതൊക്കെ. ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു വേറെ പട്ടികൾക്കൊന്നും ഇങ്ങോട്ട് അങ്ങനെ കയറി വരാൻ പറ്റില്ല. ഈ വഴി അറിയണം, എന്നാലേ വരാൻ പറ്റുള്ളൂ. അവൾക്ക് അകത്തേക്കും വരാൻ പറ്റില്ല. എന്നാൽ അവൾക്ക് നമ്മുടെ വീടിൻ്റെ നേരെ പുറകിലായിട്ട് ഉണ്ടോ കിടക്കാനും പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറുമ്പും കാണിക്കാൻ പറ്റും. നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ച സാധനങ്ങളൊക്കെ ബാക്കിലാണ് വെച്ചേക്കണം. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കളിച്ച് കടിച്ച് കീറി ഒരു ചവിട്ടിയെ കിട്ടിയേക്കണേ ഇന്നിപ്പോൾ. ജൂലി അപ്പോഴേക്കും അണ്ണാൻ മരത്തിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതാ നോക്കണേ. അണ്ണാനെ നിനക്ക് വേണോ? അണ്ണാനെ ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. അല്ല കള്ളിപ്പെണ്ണ് ജൂലിക്കുട്ടി, കുറുമ്പിപ്പെണ്ണേ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ബാക്കിൽ വന്ന് കിടക്കണത്. അപ്പോൾ എന്നെ കാണുകയും ചെയ്യാം.